കെനിയയിലെ മസായി മാറ ദേശീയ സംരക്ഷണ മേഖലയുടെ വന്യമായ ഹൃദയഭാഗത്ത് സവന്നയുടെ സുവർണ വെളിച്ചത്തിൽ ഒരു സിംഹം ജീവിച്ചിരുന്നു. അവന്റെ പേര് സ്കാർഫേസ്. ഇതൊരു പേര് മാത്രമല്ല, ഒരു ഇതിഹാസം കൂടിയാണ്. വലതു കണ്ണിന് മുകളിലുള്ള ആഴമേറിയ മുറിവ് അവന്റെ ശക്തിയുടെയും സഹനത്തിന്റെയും അടയാളമായിരുന്നു. ഈ മുറിവ് അവനെ ദുർബലനാക്കിയില്ല, മറിച്ച് മസായി മാറയിലെ ഏറ്റവും പ്രശസ്തനായ സിംഹമാക്കി മാറ്റി. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളും വന്യജീവി ഫോട്ടോഗ്രാഫർമാരും സ്കാർഫേസിനെ ഒരു നോക്ക് കാണാൻ മോഹിച്ചു. അവന്റെ ജീവിതം ഒരു സിനിമയെ വെല്ലുന്ന കഥയാണ്. ധൈര്യം, പോരാട്ടം, കുടുംബബന്ധം, അവസാനം ശാന്തമായ ഒരു മരണം. 4 സഹോദരന്മാരോടൊപ്പം ഫോർമസ്കിറ്റിയേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന സ്കാർഫേസ് മസായി മാറയിൽ 400 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർത്തിയുള്ള പ്രദേശം ഭരിച്ചു. അവന്റെ കഥ ഒരു സാധാരണ മലയാളി കുടുംബത്തിന്റെ ജീവിതത്തിന് സമാനമാണ്. ഒറ്റക്കെട്ടായി നിന്ന് വെല്ലുവിളികളെ നേരിടുന്ന, പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു കുടുംബം. നമ്മുടെ നാട്ടിലെ ഒരു കർഷകന്റെ പോരാട്ടം പോലെ സ്കാർഫേസിന്റെ ജീവിതവും പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിന്റെ പ്രതീകമാണ്. ഈ വീഡിയോയിൽ സ്കാർഫേസിന്റെ ജനനം, പോരാട്ടങ്ങൾ, മരണം, അവന്റെ പൈതൃകം എന്നിവയെക്കുറിച്ച് മലയാളി പ്രേക്ഷകർക്കായി ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു. വെൽക്കം ബാക്ക്. 2007 കെനിയയിലെ മസായി മാറ ദേശീയ സംരക്ഷണ മേഖലയിലാണ് സ്കാർഫേസ് ജനിച്ചത്. മൊറാനി, സിക്കിയോ, ഹണ്ടർ എന്നീ 3 സഹോദരന്മാർക്കൊപ്പം ഫോർമസ്കിറ്റിയേഴ്സ് എന്നറിയപ്പെട്ട ഈ സിംഹ സഹോദരന്മാർ ഒരു ശക്തമായ കൂട്ടായ്മയായിരുന്നു. ഒരു മലയാളി കുടുംബത്തിൽ സഹോദരന്മാർ ഒന്നിച്ചു നിന്ന് പ്രതിസന്ധികളെ നേരിടുന്നത് പോലെ സ്കാർഫേസും സഹോദരന്മാരും ഒരുമിച്ച് മസായി മാറയിൽ ആധിപത്യം സ്ഥാപിച്ചു. അവന്റെ കറുത്ത കുറ്റിത്തലമുടിയും സുവർണ കണ്ണുകളും അവനെ വേറിട്ടതാക്കി. 2012 4 വയസ്സുള്ളപ്പോൾ ഒരു പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായുള്ള പോരാട്ടത്തിൽ അവന്റെ വലതു കണ്ണിന് മുകളിൽ ഒരു മുറിവേറ്റു. ഈ മുറിവാണ് അവന് പിന്നീട് സ്കാർഫേസ് എന്ന പേരിലാക്കിയത്. സ്കാർഫേസിന്റെ ശക്തി അവന്റെ ശാരീരിക ബലത്തിൽ മാത്രമല്ല, സഹോദരന്മാരുമായുള്ള ഐക്യത്തിലുമായിരുന്നു. 2011 അവർ പാരഡൈസ് പ്രൈഡിന്റെയും മാർഷ് പ്രൈഡിന്റെ ഭാഗങ്ങളുടെയും നിയന്ത്രണം പിടിച്ചെടുത്തു. ഈ പോരാട്ടങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു, പക്ഷേ അവരുടെ ഒരുമ അവരെ പിന്നീട് ആർക്കും തോൽപ്പിക്കാനാവാത്തവരാക്കി. നമ്മുടെ നാട്ടിൽ ഒരു കുടുംബം ഒന്നിച്ചു നിന്ന് ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നത് പോലെ സ്കാർഫേസും സഹോദരന്മാരും ഒരുമിച്ച് ശത്രുക്കളെ തോൽപ്പിച്ചു. 200 കിലോഗ്രാമിലധികം ഭാരവും ശക്തമായ ശരീരവുമുള്ള സ്കാർഫേസ് മസായി മാറയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. നാഷണൽ ജിയോഗ്രാഫിക്കിന്റെയും BBC-യുടെയും ബിഗ് കാറ്റ് ഡയറി പോലുള്ള ഡോക്യുമെന്ററികളിൽ പിന്നീട് അവൻ പ്രത്യക്ഷപ്പെട്ടു. വിനോദസഞ്ചാരികൾ അവനെ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തി. ഫേസ്ബുക്കിൽ അവന് വേണ്ടി ഒരു പേജ് പോലും ഉണ്ടായിരുന്നു. അവന്റെ പങ്കാളിയായ ടോണിയുമായുള്ള ബന്ധം വന്യജീവി പ്രേമികളെ ആകർഷിച്ചു. ഒരു മലയാളി ദമ്പതികൾ പരസ്പരം പിന്തുണയ്ക്കുന്നത് പോലെ സ്കാർഫേസും ടോണിയും ഒരുമിച്ച് നിന്നു. സ്കാർഫേസിന്റെ ജീവിതം പോരാട്ടങ്ങളുടെ ഒരു ശൃംഖലയായിരുന്നു. 2012 തന്റെ 4ാമത്തെ വയസ്സിൽ അവനൊരു പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായുള്ള പോരാട്ടത്തിൽ വലതുകണ്ണിന് മുകളിൽ ആഴമേറിയ മുറിവേറ്റു. ഈ മുറിവ് അവന് സ്കാർഫേസ് എന്ന പേര് നൽകി, അവനെ ഒരു ഇതിഹാസമാക്കി. ഈ മുറിവിന്റെ കൃത്യമായ കാരണം അറിയില്ല, പക്ഷെ മറ്റൊരു ആൽഫാ സിംഹവുമായുള്ള പോരാട്ടത്തിനിടെ ഉണ്ടായതാണെന്ന് കരുതപ്പെടുന്നു. ഈ മുറിവ് അവനെ ദുർബലനാക്കിയില്ല, മറിച്ച് അവന്റെ ശക്തിയുടെ പ്രതീകമായി. നമ്മുടെ നാട്ടിൽ ഒരു കർഷകൻ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച് തിരിച്ചു വരുന്നത് പോലെ സ്കാർഫേസ് ഓരോ മുറിവിൽ നിന്നും ശക്തനായി ഉയർന്നു വന്നു. വർഷങ്ങൾ കഴിയുന്തോറും സ്കാർഫേസ് നിരവധി പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടു. മറ്റു സിംഹങ്ങളുമായുള്ള യുദ്ധങ്ങൾ, ഹൈനകളുമായുള്ള ഏറ്റുമുട്ടലുകൾ, മനുഷ്യ ഇടപെടലുകൾ ഇവയെല്ലാം അവന്റെ ശരീരത്തിൽ പാടുകൾ അവശേഷിപ്പിച്ചു. എന്നാൽ അവന്റെ ശക്തി അവന്റെ ശാരീരിക ബലത്തിൽ മാത്രമല്ല, മനസ്സിന്റെ ദൃഢതയിലുമായിരുന്നു. 2017 പ്രായാധിക്യവും ദുർബലതയും മൂലം അവന്റെ ഭരണം അവസാനിച്ചു. എന്നിരുന്നാലും അവൻ തന്റെ പ്രദേശത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചിരുന്നു. 25 കിലോമീറ്റർ ദൂരം ദുർബലമായ ശരീരവുമായി സഞ്ചരിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി തന്റെ കുടുംബത്തിനായി അവസാന നിമിഷം വരെ പോരാടുന്നതിനോട് ഉപമിക്കാം. സ്കാർഫേസിന്റെ മരണം 2021 ജൂൺ 11 14ാം വയസ്സിൽ പ്രായാധിക്യവും പട്ടിണിയും മൂലം സംഭവിച്ചു. വന്യമൃഗങ്ങളുടെ ലോകത്ത് 14 വർഷം ജീവിക്കുക എന്നത് അസാധാരണമാണ്. മിക്ക ആനസിംഹങ്ങളും യുദ്ധത്തിൽ മരിക്കുമ്പോൾ സ്കാർഫേസ് ശാന്തമായി ഹൈനകളുടെയോ മനുഷ്യരുടെയോ ശല്യമില്ലാതെ മരിച്ചു. മസായി മാറയിലെ ആഷ്നിൽ എന്ന പ്രദേശത്ത് അവൻ തന്റെ അവസാന ശ്വാസം വലിച്ചു. അവന്റെ മരണം ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു കുടുംബനാഥൻ തന്റെ ജീവിതകാലം മുഴുവൻ കുടുംബത്തിനായി പോരാടി ഒടുവിൽ ശാന്തമായി മരിക്കുന്നത് പോലെ സ്കാർഫേസിന്റെ മരണവും ഒരു ഇതിഹാസത്തിന്റെ ശാന്തമായ അവസാനമായിരുന്നു. അവന്റെ മരണത്തിന് ശേഷം മാർഷ് പ്രൈഡിൽ അസ്ഥിരത ഉണ്ടായി. പുതിയ ആൺസിംഹങ്ങൾ നോച്ച് എന്ന സിംഹം ഉൾപ്പെടെ നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്കാർഫേസിന്റെ സ്ഥാനം ആർക്കും പകരം വെക്കാനായില്ല. അവന്റെ മക്കൾ ഇന്നും മസായി മാറയിൽ ജീവിക്കുന്നു. അവന്റെ പൈതൃകം തുടർന്നുകൊണ്ട്. സ്കാർഫേസിന്റെ കഥ ഒരു സിംഹത്തിന്റെ ജീവിതം മാത്രമല്ല, ധൈര്യത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ്. അവന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്
പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്ന കുടുംബങ്ങളുടെ ശക്തിയാണ്. നമ്മുടെ മലയാളി സമൂഹത്തിൽ കുടുംബങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രതിബന്ധങ്ങളെ മറികടക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഒരു കർഷക കുടുംബം വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്നതോ, ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ കുടുംബത്തിനായി അവസാന നിമിഷം വരെ പോരാടുന്നതോ പോലെ. സ്കാർഫേസിന്റെ പൈതൃകം മസായി മാറയിൽ ഇന്നും ജീവിക്കുന്നു. അവൻ്റെ മക്കൾ അവൻ്റെ ശക്തിയും ധൈര്യവും പിന്തുടർന്ന് സവിശേഷതകളോടെ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഓരോ വെല്ലുവിളിയും ഒരു മുറിവായി കാണാതെ അതിനെ ശക്തിയുടെ അടയാളമാക്കി മാറ്റാൻ സ്കാർഫേസിന്റെ കഥ നമ്മെ പ്രചോദിപ്പിക്കുന്നു. അവൻ്റെ ജീവിതം ഒരു പാഠമാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.